ഹായ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ആടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണോ ദേഷ്യമാണോ എനിക്കറിയില്ല എന്താ എനിക്ക് എന്ന്. ഞാനിവിടെ എൻ്റെ മോളോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞു വിട്ടേക്ക് വിട്ടേക്ക് വിട്ടേക്ക്, അത് മൈൻഡ് ചെയ്യേണ്ടെന്നാണ് പറയാം. പക്ഷേ എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ ഫൈനാൻസിൻ്റെ പേര് ഞാൻ എടുത്തു പറയൂ കേട്ടോ. നമ്മളെ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പറവൂര് മാളിയേക്കൽ ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചു. ഒരു എമൗണ്ടിന് ഞാൻ കൊണ്ടുപോയി പണയം വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പണയം വെച്ചപ്പോൾ പണയം വെക്കുന്നതിൻ്റെ അന്ന്, അതായത് കഴിഞ്ഞ മാസം 25-ാം തീയതി പണയം വെച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എത്ര ശതമാനമാണ് പലിശ. അവർ പറഞ്ഞു 18%. അപ്പോൾ ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരോട് ചോദിച്ചു, ഓക്കെ ഇത്ര 945 അല്ലേ അപ്പോൾ പലിശ വരുന്നത് ഒരു മാസം ആകുമ്പോൾ, അതായത് കഴിഞ്ഞ മാസം 25-ാം തീയതി വെച്ചെങ്കിൽ ഞാൻ ഈ മാസം 24-ാം തീയതി പലിശ അടയ്ക്കണം. അപ്പോൾ ആ ഒരു മാസം ആകുമ്പോൾ എനിക്ക് 945 രൂപ പലിശ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ 15 ദിവസം അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി വന്ന് എടുത്താലോ? അപ്പോൾ പറഞ്ഞു നേരത്തെ കൂട്ടി എടുത്താലും 15 ദിവസം, മിനിമം 15 ദിവസം, അതായത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വച്ച് നാളെ എടുത്താലും മറ്റന്നാൾ എടുത്താലും 15 ദിവസത്തെ പലിശ മിനിമം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി അങ്ങനെ ആ ലെവലിൽ പറഞ്ഞു. ഓക്കെ ശരി. അപ്പോൾ ഇന്നിപ്പോൾ എന്തായി, ഇന്നിപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ 19 ദിവസമായി. അപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് 950 രൂപ പലിശയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ 950 പലിശ, ഇത് 19 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് 565 വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല 950 രൂപ പലിശ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ ഓക്കെ ശരി, എങ്കിൽ ഒരു 800 രൂപ തരാൻ പറഞ്ഞു. ഓക്കെ ഞാൻ പൈസയൊക്കെ കൊടുത്തു, കാര്യങ്ങൾ 800 രൂപയൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലേ ഞാൻ ചോദിക്കില്ല. അപ്പം ഞാൻ ആ 565 പോയിട്ട് 600 രൂപയ്ക്കോ ബാക്കി 200 രൂപ ഞാൻ എക്സ്ട്രാ കൊടുക്കുവാണ്. 200 സംതിങ് രൂപ ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ കൊടുക്കുവാണ്. ഒരു സാധാരണക്കാരന് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമ്മൾ മറ്റുള്ളവരെടുത്ത്, അതായത് ഇരന്ന് ചോദിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഫൈനാൻസിൽ നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പണം എടുക്കാൻ പോയി ഇതിനെ വേറൊരു ഫൈനാൻസ് വെക്കാൻ വേണ്ടിയാണ്. കാരണം ഇതൊരു സ്വകാര്യ, അതായത് ഇവിടെ HR കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒരു മെയിനൊരു സാറുണ്ട്, പക്ഷേ വലിയൊരു ഫൈനാൻസുമാണ്, ഫേമസ് ആയൊരു ഫൈനാൻസുമാണ്. പക്ഷേ ഇവിടെ ഒരു മുതലാളിയുണ്ട്, അല്ലാതെ ഒരു HR ഒരു ഓഫീസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പലിശ എടുക്കുന്ന രീതി ഞാൻ പറയുകയാണ്. ഞാൻ നേരത്തെ കൂട്ടിയ പലിശ ഞാൻ മുൻപേ കൂടി 19 ദിവസമായപ്പോൾ എൻ്റെ സാധനം ഞാൻ എടുത്തു. പക്ഷേ ഇവർക്ക് ബാക്കിയുള്ള ദിവസത്തേക്ക് കൂടെ ഞാൻ പലിശ അടച്ചു കൊടുക്കുവാണ്. അത് എന്ത് ന്യായമാണ്? പക്ഷേ എല്ലാവരോടും ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയണു അത് പോട്ടെ വിട്ടേക്ക്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ഞാനും മുത്തൂരിലും കൊശമറ്റവും KLM ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ ഒരു സ്ഥലത്തും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ മിനിമം ഒരു ഇത്ര ദിവസം കാണും, 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ദിവസം അത്രയും ദിവസം ഇൻട്രസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്.